ലഹരിയുടെ ഉപയോഗം സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ നടക്കുന്ന നിരവധി അതിക്രമങ്ങൾക്ക് പിന്നിൽ ലഹരി നിർണായക പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തുണ്ടാക്കുന്ന ഗുരുതരമായ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം വീണ്ടും നിയമസഭയിൽ ചർച്ചയായിരുന്നു. സമീപകാലത്തായി രണ്ടാം തവണയാണ് ഈ വിഷയം അടിയന്തര പ്രമേയമായി സഭയിൽ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയം 2 തവണയും സർക്കാർ പരിഗണിച്ചിരുന്നു. ലഹരി സംസ്ഥാനത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സർക്കാരും പ്രതിപക്ഷവും ജനപ്രതിനിധികളും ഒരുപോലെ ബോധവാന്മാരാണ്. സംസ്ഥാനത്തെ ഭൂരിഭാഗം ആക്രമണങ്ങൾക്കും പിന്നിൽ ലഹരിയാണെന്നാണ് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചത്. കുട്ടികൾ ലഹരിക്ക് അടിമകളായി മാറുന്നുവെന്നും ഇതിനെ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനായി സർക്കാർ തലത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിനു മറുപടിയായി ഈ ചർച്ച ലഹരിയിൽ മാത്രം ഒതുക്കേണ്ടതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ലഹരി വ്യാപനം തടയാൻ കൈക്കൊണ്ട നടപടികളെക്കുറിച്ചും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഒരു ലഹരി വിരുദ്ധ കൺട്രോൾ റൂം ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 87,702 കേസുകളാണ് ഈ സർക്കാരിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ലഹരിയുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമവും നടത്തി. മയക്കുമരുന്ന് കേസിലെ ശിക്ഷാ നിരക്ക് കേരളത്തിൽ കൂടുതലാണെന്നും കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ കാര്യക്ഷമമായി തന്നെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2024 മാത്രം 24,517 പേരാണ് ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സമീപകാല സംഭവങ്ങൾ അതീവ ഗൗരവതരമാണെന്നും അതിനെ രാഷ്ട്രീയമായി ചുരുക്കി കാണേണ്ടതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമോത്സുകത കാണേണ്ടതുണ്ടെന്നും ഇളം തലമുറ വല്ലാതെ അസ്വസ്ഥരാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതിതീവ്ര മത്സരം അസ്വസ്ഥത കൂട്ടുന്നുണ്ടെന്നും ഒപ്പമുള്ളവരെ തോൽപ്പിച്ചേ പറ്റൂ എന്ന ചിന്തയാണ് കുട്ടികളിലുള്ളതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഒരു പരിധിവരെ ഇക്കാര്യങ്ങൾ ശരിയാണ് താനും. ഒപ്പമുള്ളവരെ നോക്കേണ്ടെന്നും സ്വന്തം കാര്യമാണ് പ്രധാനമെന്നും രക്ഷിതാക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്നിടത്തോളം കാലം കുട്ടികളിൽ മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി കുറയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഡിജിറ്റൽ അഡിക്ഷനും പ്രധാന കാരണമാണെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. സിനിമകൾ കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നാട്ടുകാരിൽ പലർക്കും മയക്കുമരുന്നുകൾ കൈമാറുന്ന സ്ഥലങ്ങൾ അറിയാം. എന്നാൽ അവരിൽ പലരും വിവരം പോലീസിനോ എക്സൈസിനോ കൈമാറുന്നില്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞിരുന്നു. എന്തുതന്നെയായാലും ലഹരി മാഫിയയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് കേരളത്തിന് മോചനമുണ്ടാവണമെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാട്ടിൽ ലഹരി മരുന്ന് വ്യാപകമാകുന്നതിന് ഇതൊരു പ്രധാന കാരണമാണെന്നതിൽ സംശയമില്ല. കുട്ടികൾ അരുതാത്ത വഴിക്ക് നീങ്ങുന്നില്ല എന്നുറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിൻ്റേത് കൂടിയാണ്. കുട്ടികളിൽ അക്രമവാസന വർദ്ധിച്ചു വരുന്നതിൽ ലഹരി ഒരു പ്രധാന ഘടകമാണെന്ന് പറയുമ്പോഴും മറ്റു പല കാരണങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൂടെ പരിശോധിച്ച് കുട്ടികൾക്ക് വളരാൻ ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.